ഭാരതാംബ വിവാദത്തിൽ ഗവർണറെ കടന്നാക്രമിക്കുകയാണ് മന്ത്രിമാർ. ഗവർണറാണ് ഭരണഘടനാ ലംഘനം നടത്തുന്നത് എന്ന ആരോപണം പരസ്യമായി ഉന്നയിച്ചാണ് വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘിച്ചുവെന്ന രാജ്ഭവൻ ആരോപണത്തിന് മറുപടി നൽകുന്നത്. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിവാദ ചിത്രം മാറ്റില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും ശിവൻകുട്ടിക്കെതിരെ തുടർ നടപടികളിലേക്ക് രാജ്ഭവൻ കടക്കില്ല. RSS ചിഹ്നം പ്രദർശിപ്പിച്ച രാജ്ഭവനാണ് ഭരണഘടന ലംഘിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വിചാരധാരയല്ല ഗവർണറെ നയിക്കേണ്ടതെന്നായിരുന്നു CPIയുടെ പ്രതികരണം. രാജ്ഭവനിലേക്ക് SFI പ്രവർത്തകർ മാർച്ച് നടത്തി. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെ അവ മുന്നോട്ടേക്ക് വെക്കുന്ന ചിഹ്നങ്ങളും കുടികളും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഈ സംബന്ധിച്ച് വ്യക്തമായ അഭിപ്രായങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർ തയ്യാറാവുന്നില്ല എന്നത് വിമർശനാത്മകമായ രീതിയിൽ കാണേണ്ടുന്ന ഒന്നാണ്. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വർഷം 10ാം ക്ലാസ്സിലെ 2ാം വോള്യത്തിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. രാജ്യത്ത് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഭാഷാ വൈവിധ്യങ്ങളുള്ള ഇന്ത്യയിൽ ഹിന്ദിയാണ് എല്ലാവരും പഠിക്കേണ്ടത്, ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് തീർച്ചയായും അമിത്ഷാ പ്രതിനിധാനം ചെയ്യുന്ന വളരെ ഇടുങ്ങിയതും സങ്കുചിതവുമായിട്ടുള്ള രാഷ്ട്രീയ ആശയങ്ങളുടെ ഒരു പ്രതിഫലനമാണ്. ഒരു ഗവർണർക്ക് വഴികാട്ടിയാകേണ്ടത് അദ്ദേഹത്തിൻ്റെ സ്വയംസേവക ജീവിതത്തിലെ അടിത്തറയായ ബഞ്ച് ഓഫ് തോട്ട്സ് ആണോ അതോ ഇന്ത്യയുടെ ഭരണഘടനയാണോ എന്ന് അദ്ദേഹം തീരുമാനിക്കണം. ഭരണഘടനയാണ് വഴികാട്ടിയെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ പിന്നെ ഈ നിരന്തരം കുത്തിപ്പൊക്കുന്ന സംഘർഷങ്ങൾക്കൊരു കാരണവുമില്ല. അതല്ല, സ്വയംസേവകരുടെ റോളാണ് അദ്ദേഹത്തെ നിയന്ത്രിക്കേണ്ടതെങ്കിൽ അത് ഇന്ന് പോകുന്ന വഴിക്ക് പോകാൻ തോന്നും അദ്ദേഹത്തിന്. KR സാജു ഉണ്ട്. സാജു, ഗവർണർക്കെതിരായ നിലപാടിൽ മന്ത്രി വി ശിവൻകുട്ടിക്ക് പിന്തുണയേറുകയാണോ? പ്രതിപക്ഷത്തിൽ നിന്നടക്കം വലിയ പിന്തുണയാണോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ എടുത്ത സമീപനത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാർ അടക്കമുള്ളവർ. പ്രധാനമായും ഗവർണറുടെ ഭാഗത്തുനിന്ന് കാണിക്കാത്ത ഒരു മര്യാദയും തിരിച്ചങ്ങോട്ട് വേണ്ടതില്ല എന്ന തലത്തിൽ തന്നെയാണ് ഇപ്പോൾ മന്ത്രിമാർ അടക്കം പരസ്യമായി പ്രതികരിക്കുന്നത്. നമ്മൾ R ബിന്ദുവിന്റെയും അതുപോലെ K രാജന്റെയും ഒക്കെ പ്രതികരണം നേരത്തെ കേട്ടിരുന്നു. സമാനമായ നിലപാടിലേക്ക് CPM CPI നേതൃത്വങ്ങളും എത്തിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഈ വിഷയത്തിൽ വേണ്ടതില്ല എന്ന സമീപനം, അത് സംബന്ധിച്ച സന്ദേശം അവർ അവരുടെ മന്ത്രിമാർക്ക് കൂടി നൽകിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കൂടി അടിസ്ഥാനത്തിലാണ് മന്ത്രിമാരുടെ അതിശക്തമായ പരസ്യമായ പ്രതികരണങ്ങൾ വന്നത്. ഇതോടൊപ്പം തന്നെ സർക്കാർ കൂടുതൽ സർഗാത്മകമായി കൂടി ഗവർണർക്ക് തിരിച്ചടി നൽകുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ ഭാരത് സ്കൗട്ടിന്റെ കുട്ടികൾക്കും ഉള്ള പരിപാടിയിൽ വെച്ചായിരുന്നു പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. ആ പരിപാടിയിൽ തന്നെയാണ് ഗവർണർ വി ശിവൻകുട്ടിക്കെതിരെ പ്രസംഗിച്ചത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചു എന്നതടക്കമുള്ള സൂചനകൾ നൽകിയത്. അതിൽ കുറെ കൂടി ശക്തമായ മറുപടി ഇപ്പോൾ സർക്കാർ നൽകുകയാണ്. അതായത് ഒരു ഗവർണറുടെ അധികാര പരിധി എന്താണ്, ഒരു ഗവർണർക്ക് എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയും, എവിടെ വരെ പ്രവർത്തിക്കാൻ കഴിയും എന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള തീരുമാനമാണ് സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തി. ഈ വർഷം തന്നെ 10ാം ക്ലാസ്സിലെ കുട്ടികളെ ആദ്യമായി ഇതിന്റെ ആദ്യ ഭാഗം പഠിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. സോഷ്യൽ സയൻസിന്റെ 2ാം വാള്യം പുസ്തകം വരുമ്പോഴായിരിക്കും അതിൽ ഈ ഭാഗം ഉൾപ്പെടുത്തുക. +1 +2 ക്ലാസ്സുകളിൽ അടുത്ത പരിഷ്കരണം നടക്കുന്ന സമയത്ത് അതിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി ഉൾക്കൊള്ളിക്കും. അങ്ങനെ സുപ്രീം കോടതി വിധികൾ അടക്കം എന്താണ് ഒരു ഗവർണറുടെ അധികാരം, ആ ഗവർണർക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്നത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പുതിയ തലമുറയെ, വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക, അങ്ങനെ ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് കുട്ടികൾക്ക് ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കുന്നത്. ഏതായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇരുപക്ഷവും അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഗവർണർ തുടർ നീക്കം എന്തെങ്കിലും നടത്താനിടയുണ്ടോ?
ദിവ്യ, അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്നലെ അതുപോലെ അതിശക്തമായ ഭാഷയിലായിരുന്നു ഗവർണർ രാജ്ഭവൻ വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അതിൽ മന്ത്രി പ്രോട്ടോകോൾ ലംഘനം നടത്തി എന്നതടക്കമുള്ള കാര്യം പറഞ്ഞിരുന്നു. ഒപ്പം ഗവർണർക്കും രാജ്ഭവനുമെതിരെ അദ്ദേഹം അപമാനകരമായ രീതിയിൽ പ്രവർത്തിച്ചു എന്നൊക്കെയായിരുന്നു ചൂണ്ടിക്കാട്ടിയത്. ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ഇക്കാര്യങ്ങളിലുള്ള അതൃപ്തി അറിയിക്കാൻ കൂടി രാജ്ഭവനിൽ ആലോചനകൾ നടന്നിരുന്നു. എന്നാൽ ഇന്ന് അതുണ്ടായിട്ടില്ല. കാരണം മുഖ്യമന്ത്രി കൂടി സമാനമായ നിലപാടിലാണ്. അതിനാൽ അത്തരം ഒരു അതൃപ്തി അറിയിച്ചിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകില്ല എന്ന ഒരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ രാജ്ഭവൻ നീങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ രാജ്ഭവന്റെ നിലപാടിൽ മാറ്റമില്ല. ഇന്ന് വൈകിട്ടും അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. പശ്ചിമബംഗാൾ സർക്കാരിന്റെ രൂപീകരണത്തിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് ആ പരിപാടിയിലും ഈ ചിത്രം ഉണ്ടാകും വേദിയിൽ എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഔദ്യോഗിക പരിപാടികളിലടക്കം ഈ വിവാദമായ ഭാരതാംബ ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോകുക എന്ന സമീപനം തന്നെയാണ് ഇപ്പോഴും ഗവർണർ രാജേന്ദ്ര അർലേക്കർ സ്വീകരിക്കുന്നത്. ദിവ്യ, യെസ്, അതാണ് ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണർ ഉറച്ചു തന്നെയാണ്, നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ ഗവർണർക്കെതിരെ ശക്തമായ നിലപാടുമായി മന്ത്രിമാരും അതുപോലെ തന്നെ പ്രതിപക്ഷത്തു നിന്നുള്ളവരടക്കം രംഗത്തെത്തുന്നതാണ് കാണാൻ കഴിയുന്നത്. KR സാജു ആണ് വിവരങ്ങൾ നൽകിയത്.